നമസ്കാരം സുഹൃത്തുക്കളെ. സോഷ്യൽ മീഡിയയിലെ ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സ് യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലെ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോഷൻ ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും പൂട്ടിപ്പോയിരിക്കുകയാണ്. മാത്രമല്ല, ഹൈദരാബാദിലൊക്കെ ഇപ്പം ഹൈദരാബാദ് പോലീസ് സോഷ്യൽ മീഡിയയിൽ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവരെ തൂക്കിയെടുത്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. നല്ലൊരു വാർത്തയാണ്, നല്ലൊരു കാര്യമാണ്. വളരെ സന്തോഷമുണ്ട് കേട്ടപ്പോൾ. നമ്മുടെ കേരളത്തിൽ പൂട്ടിപ്പോയ പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ ഞാൻ പറയാം. ഫസ്മിന ഷാക്കിർ, ഇതിനെതിരെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. വയനാടൻ ബ്ലോഗർ മല്ലു ഫാമിലിക്കെതിരെയൊക്കെ ഒരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവരൊക്കെ 3 പേരും പൂട്ടി ഇവർക്ക് മടുത്തിട്ടില്ല, വീണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് അറിയാൻ സാധിച്ച കാര്യം എന്ന് പറയുന്നത് ഇവരിനി നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. കേരള പോലീസിന്റെ നിയമ നടപടികൾ ഇത്രയും ആളുകൾ, ഈ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോഷൻ ചെയ്ത ആളുകൾ നേരിടേണ്ടി വരും. ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വരും. അവരെ അറസ്റ്റുകൾ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഇനി അങ്ങോട്ട് നല്ല കുശാലായിരിക്കും. കുറച്ചു കാലം കുറെ ആൾക്കാരെയൊക്കെ പറ്റിച്ച് കുറെ പൈസയൊക്കെ ഉണ്ടാക്കിയതല്ലേ, ഇനി അങ്ങ് അനുഭവിക്കുക, അത്രേ ഉള്ളൂ. മല്ലു ഫാമിലി സുജിനൊക്കെ പറയുന്നുണ്ട് വേറൊരു അക്കൗണ്ട് തുടങ്ങിയെന്ന്. ഫസ്മിന ഷാക്കിറിന്റെ അക്കൗണ്ടിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് വേറൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തെന്ന്. അവിടെ ഇപ്പോഴും ആ ലിങ്ക് കിടക്കുന്നുണ്ട്, പഴയ ബെറ്റിംഗ് ആപ്പുകളുടെ. അപ്പൊ ഇതൊക്കെ ഇനി നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതൊക്കെ പോയിക്കോളും. കാരണം ഇപ്പൊ സഡൻ ആയിട്ടുള്ള ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റും അതുപോലെ തന്നെ കേരള ഗവൺമെന്റും അതത് സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകൾ ഇനി വെച്ചു പൊറപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. സോഷ്യൽ മീഡിയയിൽ ഇനി ഇതുപോലെയുള്ള തട്ടിപ്പുകാരുടെ പരസ്യം വരാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ഈ സാധനം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് കേരള സർക്കാരിനും അതുപോലെ കേന്ദ്ര സർക്കാരിനും കൊടുക്കാവുന്നതാണ്. ഒരുപാട് പേര് രക്ഷപ്പെടും. കാരണം ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുടെ പൈസ കട്ടെടുത്ത് അതിനകത്ത് ഷെയർ മേടിച്ചിട്ട് ഒരു പാവപ്പെട്ടവന് ചോറ് മേടിച്ചു കൊടുത്ത് അതൊരു കണ്ടന്റ് ആക്കി വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ സിമ്പതി പറ്റുന്ന ഇത്തരത്തിലുള്ള ചീപ്പ് ഫേക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഇതൊരു പാഠമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അവർക്ക് ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകൾ പൈസ കൊടുക്കില്ല. ആ പൈസ കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇപ്പൊ പൂട്ടിയ അക്കൗണ്ടിന് ബദലായിട്ട് വേറൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി ബെറ്റിംഗ് ആപ്പുകൾ ഉണ്ടാക്കാന്ന് കരുതി കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം അതിന് ലോക്ക് വീഴും. ഇപ്പൊ നിലവിലുള്ള ഈ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലെ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യുന്ന ഒരുവിധം എല്ലാ സോഷ്യൽ മീഡിയ ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സിനും പോലീസ് നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള കണ്ടന്റ് ഇപ്പൊ 1-2 വീഡിയോ ഒക്കെ അബദ്ധത്തിൽ ചെയ്തവർക്ക് അത്തരത്തിലുള്ള കണ്ടന്റ് റിമൂവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അതുപോലെ ഇത് വരുമാന മാർഗമായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ പറ്റിച്ച് ഷെയർ മേടിച്ച് പുട്ടടിക്കുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സിന്റെ അക്കൗണ്ടുകളിൽ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു, വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ആ അക്കൗണ്ട് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എടുത്താൽ തന്നെ അത്തരത്തിലുള്ള വീഡിയോകൾ അതിനകത്ത് റിമൂവ് ചെയ്യേണ്ടി വരും. ഇനി ഇവർക്ക് ഇത് പ്രൊമോഷൻ ചെയ്യാനും സാധിക്കില്ല. അപ്പൊ എനിക്ക് പൊതുവെ ഈ തട്ടിപ്പുകാരുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് വളർത്തി വലുതാക്കാൻ എത്ര കണ്ട് കഷ്ടപ്പെടണം എന്നുള്ള കാര്യം. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഫേക്ക് ആയിട്ടുള്ള ഈ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പൊങ്ങി വന്നത്. വളരെ കഷ്ടപ്പെട്ട് അവരുടെ കണ്ടന്റും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ അത്രയും ലെവലിൽ എത്തിയത്. പക്ഷെ ഇത്തരത്തിലുള്ള പൈസയോടുള്ള ആർത്തി വന്നിട്ട് അവർ ഇത്തരത്തിലുള്ള ഒരു ലീഗാലിറ്റി ഇല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോഷൻ ചെയ്തിട്ട് അവർ അവരുടെ വില കളഞ്ഞു. മാത്രമല്ല, അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് ഒരു ഗുണം പോലും ഇല്ലാണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര കണ്ട് നമ്മൾ പല വീഡിയോസും ചെയ്തു, അതിന് അഹങ്കാരം എന്ന പോലെ അടുത്ത വീഡിയോ അവർ ഇടുകയാണ്. ഇതിൽ പൈസ കിട്ടിയവരുണ്ട്, അവരെ കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇത്രയും ജനങ്ങൾ ഇതിനെതിരെ നിൽക്കുമ്പോഴും തെളിവ് സഹിതം കാണിച്ചു തരുമ്പോഴും നമ്മുടെ ചാനലിലൊക്കെ പലരും വന്നിട്ട് പറയുകയാണ്, എന്റെ വോയിസ് പുറത്തു വിടരുത് സാർ, എനിക്ക് ലക്ഷങ്ങൾ പോയതാണ്, 10 ലക്ഷം പോയതാണ്, 15 ലക്ഷം പോയതാണ്, എനിക്കിത് പുറത്തു പറയാൻ താല്പര്യമില്ല, എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് എത്ര ആൾക്കാരാണെന്നറിയാം മെസ്സേജ് അയക്കുന്നത്. ഈ ടെലഗ്രാമിലൊക്കെ എത്ര ആൾക്കാരാണ് ഇതിനകത്ത് പോയി വലയിൽ വീഴുന്ന അറിയാമോ? ഇവന്മാർ തന്നെ ചാനൽ ഉണ്ടാക്കുകയാണ്, ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുകയാണ്. ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഈ രീതിയിൽ അവിടുന്ന് കിട്ടുന്ന ക്യാഷും വെച്ചുകൊണ്ട് ഈ നാട്ടുകാരുടെ പ്രാക്ക് കിട്ടിയ ക്യാഷും വെച്ചുകൊണ്ട് ഈ പാവങ്ങളെ സഹായിക്കാൻ ഇറങ്ങുകയാണ്. ഇതൊക്കെ നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തതാണ്, പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തതാണ്. മല്ലു ഫാമിലി സുജിനെ, വയനാട് ബ്ലോഗർ, ഫർസിന ഷാക്കിർ, ഇവരെല്ലാം നമ്മൾ എടുത്ത് പറഞ്ഞതാണ്. ഇവർ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, മാല മേടിക്കുന്നു, സ്വർണം മേടിക്കുന്നു, ഗോൾഡ് മേടിക്കുന്നു. ഇത് മേടിക്കുന്ന കൂട്ടത്തിൽ ഇത് മേടിക്കാനുള്ള പൈസ എവിടുന്നാ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ലോക്കൽ ആപ്പ് ഈ മറ്റ് രാജ്യക്കാരുടെ ബുദ്ധിയിൽ ഉദിച്ചു വന്ന കേരളത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പൈസ കക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആപ്പും പ്രൊമോട്ട് ചെയ്ത് വരുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ ആപ്പ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഒരു 20 ലക്ഷം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്പ് എത്ര പേരെ പറ്റിക്കുന്നുണ്ട്, എത്ര പേരെ പറ്റിച്ച പൈസയാണ് ആ 20 ലക്ഷം? നിങ്ങൾ ആലോചിക്കുക. ആ 20 ലക്ഷത്തിന് ഇവരെ അതിൽ നിന്നൊരു 5000 അല്ലെങ്കിൽ 10,000 രൂപ എടുത്തിട്ട് ഒരു പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ നമ്മളത് കണ്ടിട്ട് എത്ര ദയയുള്ളവനാണ്, എത്ര സ്നേഹമുള്ളവനാണെന്നുള്ളത് നമ്മൾ അടക്കി പറയാണ്. എന്നിട്ട് അടുത്തൊരു വീഡിയോ ഇവന് ഇടുമ്പോഴത്തേനും ആ ഒരു ഇത് നമ്മൾ ഓർമ്മയിൽ വന്നിട്ട് അവൻ ചെയ്ത സഹായത്തിന്റെ ഓർമ്മ വന്നിട്ട് നമ്മൾ കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാണ്. ഇതൊക്കെ എത്ര മോശമാണെന്ന് അറിയാമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ 10 ലക്ഷം ഈ ആപ്പിനകത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്നൊരു വലിയ എമൗണ്ട് ഷെയർ ഇവർക്ക് ലഭിക്കുന്നുണ്ട്.
ആ ഷെയർ ചിലപ്പോൾ 1 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷത്തിന്റെ 5,000 എടുത്തിട്ടാണ് ഇവർ ഈ പരിപാടിയായി കാണിക്കുന്നത്. എന്ത് കാണിക്കുന്നത്? ഈ വൃദ്ധസദനത്തിൽ പോയിട്ട് അമ്മമാർക്ക് ചോറ് കൊടുക്കുന്നു. ശരിക്കും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൃദ്ധസദനം അങ്ങനെയുള്ള ഓരോ സന്നദ്ധ സംഘടനകൾ എന്തായാലും ശരി സഹായം ചെയ്യാം എന്ന് പറഞ്ഞു വരുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം. ഇവർക്ക് എങ്ങനെയാണ് ഈ സഹായം ചെയ്യാനുള്ള പേയ്മെന്റ് കിട്ടിയെന്ന് പരിശോധിക്കണം. ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകൾ വഴി പ്രൊമോഷൻ ചെയ്തിട്ട് വന്നിട്ടുള്ള പേയ്മെന്റ് ആണോ എന്ന് അന്വേഷിക്കണം. കാരണം ഇവരിനി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ കിട്ടിയ പൈസയൊക്കെ വെച്ചിട്ട് ഇനി കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അവർ വീണ്ടും വളർത്തിയെടുക്കാൻ ശ്രമിക്കും. ഇത്തരത്തിലുള്ള ആപ്പുകൾ പ്രൊമോഷൻ ചെയ്തവരെ അടുപ്പിക്കരുത് ഒരിക്കലും. ഈ പ്രാക്ക് കിട്ടിയ ക്യാഷ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ക്യാഷ് മേടിച്ചിട്ട് ഇവന്മാർ ഈ ക്യാഷിനകത്തുനിന്ന് ഈ വൃദ്ധന്മാരെ സഹായിക്കുന്നുണ്ടെങ്കിൽ, കുട്ടികളെ സഹായിക്കുന്നുണ്ടെങ്കിൽ, നാളെ ഇപ്പോൾ അടുത്ത വർഷം വരാൻ പോവുകയാണ്, ജൂൺ മാസത്തിൽ കുട മേടിച്ചു കൊടുക്കുന്നു, ബാഗ് മേടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നല്ലതല്ല. അതൊക്കെ ഒരു കണ്ടന്റ് ആക്കിയിട്ട് ഇവർക്ക് ഇടാൻ വേണ്ടി മാത്രമാണ്. ഇവരുടെ ലക്ഷ്യം പൈസ മാത്രമാണ്. കാരണം കള്ളത്തരം കാണിച്ച് പൈസ ഉണ്ടാക്കിയ ടീമാണ്. അവരൊന്നും അടുപ്പിക്കാൻ പാടില്ല. ഒരു സന്നദ്ധ സംഘടനകളും അതുപോലെ വൃദ്ധസദനങ്ങളും എവിടെയായാലും സഹായിക്കാൻ വേണ്ടി വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ട് തന്നെ വേണം ഈ സഹായം സ്വീകരിക്കാനായിട്ട്. മനസ്സിലായില്ലേ? പാവപ്പെട്ടവരെ വലിഞ്ഞു കീറി ഒന്നും ഇല്ലാണ്ടാക്കി ഉണ്ടാക്കിയ പൈസ വെച്ചിട്ട് ഈ വൃദ്ധന്മാരെ സഹായിക്കുന്നവരെ നമ്മൾ അടിച്ചു ഓടിക്കുക തന്നെ വേണം. ഇതാണ് ഞാൻ പല വീഡിയോസിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് തലത്തിൽ എടുക്കാൻ തീരുമാനിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള ഈ ബെറ്റിംഗ് ആപ്പുകൾ പോലെയുള്ള ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളും, ബെറ്റിംഗ് ആപ്പിൽ ഇപ്പം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ജ്വല്ലറി പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, സാധനങ്ങൾ മേടിക്കുന്നു. ഇതൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുമെങ്കിലും ഇതൊക്കെ ഒറിജിനൽ ആണോ സാധനങ്ങൾ ഇവർ മേടിക്കുന്നത് ഇടുന്നതൊന്നും നമുക്കറിയില്ല. ഇവരെ വാക്കും കേട്ടുകൊണ്ട് ഇവരുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ അവർ പറഞ്ഞ് കേൾക്കാതെ ഒന്ന് നിങ്ങളതായ രീതിയിൽ ഒന്ന് അന്വേഷിച്ചിട്ട് ഈ സ്ഥലത്ത് കിട്ടുന്ന സാധനങ്ങൾ നല്ലതാണോ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് കിട്ടുന്ന ജ്വല്ലറി ഐറ്റംസ് നല്ലതാണോ എന്നൊക്കെ നിങ്ങളായിട്ട് അന്വേഷിച്ച് ഇവിടെ സാധനങ്ങൾ വാങ്ങിയവരുടെ അഭിപ്രായം നോക്കിയിട്ടൊക്കെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക. ഇപ്പോൾ ഫുഡ് ബ്ലോഗർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹോട്ടലിൽ കയറിയിട്ട് ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തും പ്രൊമോഷൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ ലോക്കൽ കറി ആണെങ്കിലും ശരി, എന്ത് കറിയാണെങ്കിലും ശരി, അവരങ്ങോട്ട് പ്രൊമോഷൻ ചെയ്യും, അതിനൊരു 10,000 രൂപ മേടിക്കും, എന്നിട്ട് ഈ കറിക്കകത്ത് ഇവരൊരു 10 രൂപ കൂട്ടിയിടുകയും ചെയ്യും. അങ്ങനെയൊക്കെ പല രീതികളുണ്ട്. ഒരു സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേറ്റർ എന്ത് പറഞ്ഞാലും അവരുടെ ഇഷ്ടം കൊണ്ട് നിങ്ങൾ പോയിട്ട് അവർ പറഞ്ഞ പോലെ ചെയ്യരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാനാണെങ്കിൽ പോലും ഞാൻ എൻ്റെ വീഡിയോസിനകത്തൊക്കെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സ് അറ്റാച്ച് ചെയ്യാറുണ്ട്, അല്ലാതെ ഞാൻ ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷൻസ് ഒന്നും എടുക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെതിരെ നന്നായിട്ട് പ്രതികരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. ഈ കാര്യത്തിൽ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കമന്റിനകത്തായാലും അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിച്ചിട്ടായാലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടായാലും ഒരുപാട് പേര് അറിയിക്കുന്നുണ്ട്. ജസ്റ്റ് മിസ്സിന് ഞാൻ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് പല കേസുകളിലും നമ്മൾ ലോണുമായിട്ട് ഫേക്ക് ലോൺ ആയത് അഡ്വാൻസ് പേയ്മെന്റ് സ്കാം ഒക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോസിനകത്തൊക്കെ ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊക്കെ സ്കാമേഴ്സിന് ഭയങ്കര വല്ലാത്ത രീതിയിൽ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ നമ്പറിലേക്ക് അവർ മാക്സിമം രീതിയിൽ എന്നെ ഹരാസ്മെന്റ് ചെയ്യാനും അതുപോലെ തന്നെ പല രീതിയിൽ എൻ്റെ നമ്പറുകൾ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഇടാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ വീണിട്ടില്ല. ഞാൻ പണ്ടും പറയുന്ന പോലെ എൻ്റെ നമ്പർ ഈ വീഡിയോക്കകത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. പല തട്ടിപ്പുകളിലും സ്ത്രീകളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഫേസ് കാണിക്കില്ല, പുറത്തുനിന്നുള്ളൊരു ധൈര്യം ഇവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. നമ്മൾ ഫേസ് കാണിക്കുകയും ചെയ്യും, അവരെ ജനങ്ങൾ അറിയാൻ വേണ്ടി പുറത്ത് തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.